ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് നേന്ത്രപ്പഴം കൊണ്ട് ഒരു സ്വീറ്റ് ബോളാണ്. നന്നായി പാകം വന്ന നേന്ത്രപ്പഴം നമുക്ക് ഇങ്ങനെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണിത്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇതിനായിട്ട് ഞാൻ 2 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നന്നായി പഴുത്ത പഴമാണ് ഇതിനെടുക്കുക. നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം. നെയ്യിൻ്റെ ഒരു ഫ്ലേവർ ഇതിൽ നന്നായിട്ട് നിൽക്കണം. 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ നെയ്യിലേക്ക് നമുക്ക് ഈ ഉടച്ച നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഈ നേന്ത്രപ്പഴം വേവുന്നത് വരെ. നെയ്യൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. കട്ട ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത റവ ആയാലും കുഴപ്പമില്ല, വറുക്കാത്ത റവ ആയാലും കുഴപ്പമില്ല. റവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ടകളൊക്കെ ഉടച്ചു കൊടുക്കണം. ഇനി നമ്മൾക്ക് ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. പശുവും പാലാണ്, അതൊഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കുക. ഈ റവ ഇതിൽ കിടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കാവുന്നത് വരെ ഇളക്കി കൊടുക്കുക. റവ ഇതിൽ കിടന്ന് നന്നായി സോഫ്റ്റ് ആവും. പഴം നന്നായി ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓപ്ഷണലാണ്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി 1 കപ്പ് ഡെസിഗ്നേറ്റഡ് കോക്കനറ്റ്, അല്ലെങ്കിൽ നമ്മൾ ഫ്രഷ് തേങ്ങ പൊടിച്ചിട്ട് ഇട്ട് കൊടുത്താലും മതി. തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുക്കുക. നല്ല ടേസ്റ്റുള്ള ഒരു സ്വീറ്റാണിത്. ലാസ്റ്റ് കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ഇട്ട് കൊടുക്കുക. ഏത് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നട്ട്സ് ഇതിലിങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നന്നായി ഇളക്കി കൊടുക്കുക. ഇനി ലാസ്റ്റ് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക. ഞാൻ 1/2 കപ്പ് ഇട്ട് കൊടുത്തുള്ളൂ. നേന്ത്രപ്പഴത്തിൽ മധുരം ഉണ്ടല്ലോ, അത് കാരണം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. പഞ്ചസാര ഒക്കെ എല്ലായിടത്തും എത്തിയൊന്ന് അരിയുന്നത് വരെ ഇളക്കി കൊടുത്ത് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് എടുക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ചെറിയ ചെറിയ ബോളുകളായിട്ട് ഓരോ വലുപ്പത്തിനോ അല്ലെങ്കിൽ ഇതിനേക്കാളും വലുപ്പത്തിലോ ഉണ്ടാക്കുക ബോളുകളായിട്ട് ഉരുട്ടിയെടുക്കുക. ഈ ലാസ്റ്റ് നമുക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് ഈ ബോളുകളൊന്ന് തിരിച്ചും മറിച്ചൊന്ന് ഇട്ട് കൊടുക്കണം.
പൊടികളൊക്കെ ഇതിൽ എല്ലാതും ഇട്ട് കൊടുത്തിട്ട് ഒരു മിനിറ്റ് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാതും ഇതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നെയ്യിൻ്റെ നല്ല ഫ്ലേവറായിട്ട് നല്ല ടേസ്റ്റാണിത്. ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. പഴം നന്നായി പഴുത്ത പഴമാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുക്കണത് നല്ലതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.